നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ 2025 നവംബർ മാസം 9-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 1201 തുലാമാസം 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുമ്പോൾ. ഈ വാരത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നമുക്ക് ചർച്ച ചെയ്യണം. മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. മിഥുനത്തിൽ ചന്ദ്രൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, തുലാത്തിൽ സൂര്യനും ശുക്രനും, വൃശ്ചികത്തിൽ ചൊവ്വയും ബുധനും, ധനുവിൽ രാഹു, മീനത്തിൽ ശനി. വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു 7 ദിനക്കാലം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 8 ദിവസങ്ങളാണ്. കാരണം തുലാമാസം 30-ാം തീയതി ഞായറാഴ്ച അവസാനിക്കുകയാണ്. വൃശ്ചികം മാസം വരികയാണ്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ രാഹു, 3-ൽ ശനി, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, 7-ൽ വ്യാഴം, അഷ്ടമത്തിൽ കേതു, 10-ാം ഭാവത്തിൽ സൂര്യ ശുക്രന്മാർ, 11-ൽ ചൊവ്വ ബുധൻ. ഇവിടെ മകരൻ രാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ലതാണ്. വിവാഹ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും ചില സ്ത്രീകളുടെ ഇടപെടലുകൾ വന്ന് ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകാം. കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായി വരും. ഇവിടെ വിവാഹമതിയായ ഗ്രഹം ചന്ദ്രൻ നിൽക്കുന്നത് ശത്രുസ്ഥാനത്താണ്, 6-ാം ഭാവത്തിലാണ്. അതിനാൽ തന്നെ ഭാര്യ തന്നെ ശത്രുവായി വരുന്ന സമയമാണ്. വ്യാഴത്തിനും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: മതിസസ്യ ബഹി വിഭൂതിസ്യ ബഹി. ധാരാളം ബുദ്ധിയും ധാരാളം വിഭൂതികൾ സമ്പാദ്യങ്ങളുമൊക്കെ തരും. രതിർ ഭവേത് ഭാമിനി നാമ ബഹി. പലപ്പോഴും ഭാര്യയുടെ സ്ത്രീകളുടെ സ്നേഹം പൂർണ്ണമായി ലഭിക്കണമെന്നില്ല, അംഗീകാരം പൂർണ്ണമായി ലഭിക്കണമെന്നില്ല. 7-ൽ വ്യാഴം വരും. ഗുരു ഗർവഗത് യസ്യ ജാമിത്രഭാവി. 7-ൽ വ്യാഴം വരുമ്പോൾ ഗർവം, തനിക്ക് അഹങ്കാരം വളരെയധികം വരും. താൻ വലിയ ആളാണെന്ന് എന്നുള്ളൊരു ചിന്ത, അത് തൻ്റെ ജോലി സ്ഥലത്തായാലും കർമ്മരംഗത്തായാലും എല്ലാ മേഖലയിലായാലും ഒരു സർവജ്ഞനായി താൻ വലിയ ആളാണെന്നുള്ളൊരു നാട്യമുണ്ടാകും. സപിണ്ഡാധിക അഖണ്ഡ കന്ദർപ്പയവ. സഹോദര ഗുണം ഇവിടെ 7-ൽ വരുമ്പോൾ സപിണ്ഡാധിക, കൂടുതൽ സഹോദരങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഈ വാരഫലം പറയുമ്പോൾ സഹോദരങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധയൊക്കെ ആകാം. അഖണ്ഡ കന്ദർപ്പയവ, അയാൾ കാമദേവനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ഈ ശ്ലോകത്തിന് മുന്നിൽ ഞാൻ സൂചിപ്പിച്ചത്. പല സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ചില വിഷയത്തിലൊക്കെ തന്നെ ഇടപെടുമ്പോൾ അത് ഭാര്യ പിണങ്ങിപ്പോകും. 7-ാം ഭാവാധിപന് ശത്രുസ്ഥാനത്താണ്. സ്വതവേ മകരൻ രാശിക്കാർക്ക് അപ്രകാരമുള്ള ചില സ്വഭാവങ്ങൾ കാണാം. അഗമ്യ ജരാംഗനാസു നിരത. ഗമിക്കാൻ പാടില്ലാത്ത സ്ത്രീകളുമായി സൗഹൃദം വരും. അതിലൂടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ തൻ്റെ കുലം, മഹിമ, പാരമ്പര്യം, വിദ്യാഭ്യാസം, വിഷയം, തൻ്റെ ധനസ്ഥിതി ഇതൊന്നും നോക്കില്ല. അത് നഷ്ടപ്പെടുത്തിയാലും സാരമില്ല. അങ്ങനെയുള്ള ആവേശം പ്രകടിപ്പിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി. സന്താന വിഷയത്തിന് വളരെ നല്ല സമയം. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ യാത്ര, ഇതിനൊക്കെ തന്നെ വളരെയധികം പ്രാമുഖ്യം നൽകേണ്ട വാരമാണ്. അതിനുവേണ്ടി ഉത്സാഹിക്കണം. കാരണം സന്താനപതിയായ ശുക്രൻ മാളവ്യ മഹായോഗം ചെയ്ത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു 45 ഡിഗ്രി ബലത്തോടുകൂടി. അവിടെയും ഭാഗ്യാധിപനായ ബുധൻ്റെ ദൃഷ്ടിയുണ്ട് ആ ഭാവത്തിലേക്ക്, സന്താനസ്ഥാനത്തേക്ക്. ലഗ്നാൽ പുത്രകളത്വമേ ശുഭോതിപ്രാപ്തി അഥവാ ആലോകിതേ. ഭാഗ്യാധിപൻ 7-ാം ഭാവത്തിൽ വന്നാൽ കല്യാണം നടക്കും. 5-ാം ഭാവത്തിൽ വന്നാൽ സന്താനങ്ങൾ ഉണ്ടാകും, അവരുടെ ശ്രേയസ് ഉണ്ടാകും. അതിനാൽ അവരുടെ എല്ലാ വിഷയങ്ങളും നല്ലതാണ്. ഇവിടെ ഭൂലാഭം എന്തായാലും ഉണ്ടാകും. വീട്, ഗൃഹചിന്തകൾ, ഇതിനുവേണ്ടി ഉത്സാഹിക്കുന്ന മകരൻ രാശിക്കാർക്ക് ഈ വാരം വളരെ നല്ലതാണ്. വളരെ നന്നായി മകരൻ രാശിക്കാർ ഉത്സാഹിക്കണം. കാര്യങ്ങൾ നീങ്ങും. വിദേശത്തേക്കുള്ള യാത്ര, പുതിയ സൗഹൃദങ്ങൾ, സ്ത്രീ വിഷയം ജാഗ്രത പാലിക്കുക. എല്ലാ മകരൻ രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.